ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ അഴുക്ക് പിടിച്ച തടിയുടെയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെയും ഒക്കെ കട്ടിംഗ് ബോർഡ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് തടിയുടെ കട്ടിംഗ് ബോർഡാണ്. തടിയുടെ കട്ടിംഗ് ബോർഡായിരിക്കും എപ്പോഴും നല്ലത്. പക്ഷേ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ പൂപ്പലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് പായൽ പോലെ പിടിച്ചിട്ട് അഴുക്ക് പിടിക്കാറുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്നും സോപ്പിട്ട് കഴുകുന്നത് തന്നെയാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിലെ പൂപ്പും അഴുക്കും ഒക്കെ മാറിയിട്ട് നന്നായിട്ട് കിട്ടും. കട്ടിംഗ് ബോർഡ് മാത്രമല്ല കേട്ടോ, തടി കൊണ്ടുള്ള സ്പൂണായാലും അതുപോലെ തന്നെ ചപ്പാത്തി നമ്മൾ പരത്തുന്ന ആ ഒരു റോളർ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ആണെങ്കിലും അങ്ങനെ കഴുകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും കൂടുതലായിട്ടും അത് വെള്ള ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അരിഞ്ഞതിൻ്റെ പാടുമുണ്ട്, നന്നായിട്ട് അഴുക്കുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്നും കഴുകുന്നതാണെങ്കിലും ചില സാധനങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറ പോലെയൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ആയിട്ട് ഈ കത്തിയുടെ വര കൊണ്ടിട്ട് ഇത് വൃത്തികേടായി പോകും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വിനാഗിരിയാണ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വൈറ്റ് വിനാഗിരിയാണിത്. അച്ചാറൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന അതേ വിനാഗിരി തന്നെയാണ്. അപ്പം അത് കുറച്ച് നമുക്ക് ഈ കട്ടിംഗ് ബോർഡിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കട്ടിംഗ് ബോർഡിൻ്റെ പുറം ഒന്ന് നനയണം കേട്ടോ, തടിയുടേതായതുകൊണ്ട് തന്നെ ഒന്ന് നനയുന്ന രീതിയിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഒരുപാട് അങ്ങ് ഒഴിക്കേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ള ഭാഗത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ കട്ടിംഗ് ബോർഡ് വെക്കാൻ പാകത്തിനുള്ള ചെറിയ കുഴിയുള്ള എന്തെങ്കിലും ട്രേ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഈ കട്ടിംഗ് ബോർഡ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ അത്രയും വലിയ ട്രേ ഇല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ആ വിനാഗിരി എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും നന്നായിട്ടായി. ഈ ബോർഡൊന്ന് നനയണം. അപ്പോൾ അതുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ വേണമെങ്കിലും എടുക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ സോഡയാണ്, ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ എടുക്കരുത്. അപ്പോൾ ഈ ഒരു സോഡ എടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെയൊക്കെ ഉപയോഗങ്ങളും ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു 2-2.5 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി സോഡ ഒന്ന് എല്ലായിടത്തും ആവുന്നത് വരെ നന്നായിട്ട് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ആവണം കേട്ടോ. അപ്പം ഇപ്പോൾ ഇതിലിപ്പോൾ വലുതായിട്ട് അഴുക്കൊന്നുമില്ല എങ്കിലും നന്നായിട്ട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ്, തടിയുടെ ആയതുകൊണ്ട്. അതുപോലെ ഇതും ഒരു വുഡൻ്റെ സ്പൂണാണ്. അപ്പോൾ അതിലും നമ്മൾ എപ്പോഴും കഴുകിയൊക്കെ വെച്ചാലും തടി ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വെള്ളം പിടിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും, വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഇതിൻ്റെ പുറത്തും കൂടെ ഒന്ന് തേച്ച് വയ്ക്കുവാണ്. നന്നായിട്ടും എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഇത് ചെയ്യുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാ സ്പൂണും, തടിയുടെ സ്പൂണും അതുപോലെ തടിയുടെ പാത്രങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണ്. ഉപ്പിടുന്നതിന് ഒട്ടും പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 സ്പൂൺ ഉപ്പ് ഇതിൽ പ്രത്യേകിച്ചങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് തരികളായതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രബ്ബറും കൂടെയാണ്. പിന്നെ അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനും ഉപ്പ് വളരെ നല്ലതാണ്. അപ്പോൾ ഉപ്പും തേച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് എല്ലാം പുറമേൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. എല്ലായിടത്തും ഉപ്പും കൂടെ ഒന്ന് ആയിട്ടിരിക്കണം. അപ്പം എല്ലായിടത്തും എന്താ ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡ ഈ ഒരു വിനാഗിരിയിൽ ചേർക്കുന്ന സമയത്ത് ഒരു പതഞ്ഞ് വരുന്നൊരു ചെറിയ സൗണ്ട് ഉണ്ടാവും, കുറച്ച് പതഞ്ഞ് വരും. അപ്പോൾ ഇതിപ്പോൾ തടി ആയതുകൊണ്ടാണ് അറിയാൻ വയ്യാത്തത്. അപ്പോൾ ഇതിപ്പം ഉടനെ കഴുകിക്കളയാൻ പാടില്ല കേട്ടോ. കുറഞ്ഞതൊരു 2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കണം, എങ്കിലേ അഴുക്കൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നന്നായിട്ട് വൃത്തിയായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ആ സമയത്ത് അടുത്ത പ്ലാസ്റ്റിക്കിൻ്റെതും കൂടെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ ഇതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണ്. പ്ലാസ്റ്റിക്കിൽ ഒരുപാട് വിനാഗിരി ഒഴിക്കേണ്ട ആവശ്യം വരില്ല, പ്ലാസ്റ്റിക്കിൽ നമ്മൾ വെള്ളം പിടിക്കില്ലല്ലോ. പക്ഷെ തടിയാകുമ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ആ വിനാഗിരി എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അപ്പം നമ്മൾ തടീനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡാണ് കുറച്ചുകൂടെ പഴയത്. അപ്പം കുറച്ചുകൂടെ അല്ല, നല്ല പഴയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അഴുക്ക് ഇതിലുണ്ട്. അഴുക്കല്ല, കറയും പാടുകളൊക്കെയാണ്. അപ്പം അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട് ആ ഒരു വിനാഗിരിയുടെ പുറത്തേക്ക് ഇത് വീഴുന്ന സമയത്ത്. അപ്പോൾ അതും നേരത്തെ പോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചിലപ്പം തടിയുടേതാണെങ്കിൽ കൂടുതൽ കറ അതിൽ പിടിക്കില്ല, കൂടുതലും പാടും പിന്നെ അല്ലെങ്കിൽ ഒരു പായൽ പോലത്തെ ഇതൊക്കെ ആയിരിക്കും, പൂപ്പലൊക്കെ ആയിരിക്കും തടിയിൽ പിടിക്കുന്നത്. പ്ലാസ്റ്റിക്കിലാണെങ്കിൽ വെള്ള ആയതുകൊണ്ട് തന്നെ കറയായിരിക്കും പിടിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ചെയ്യുന്ന വളരെ നല്ലതാണ്. അതുപോലെ നിങ്ങൾ എന്ത് ക്ലീൻ ചെയ്യുമ്പോൾ ഉപ്പും കൂടെ ഇട്ട് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഉപ്പും കൂടെ ഇട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ടത് ക്ലീൻ ആവും. അതിൽ പിന്നെ ഒരു അഴുക്കും ഒന്നും ഉണ്ടാവില്ല, പാടുണ്ടായാൽ പോലും അഴുക്കുണ്ടാവില്ല.
അപ്പോൾ ഇതിലും ഞാനെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതും നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റില്ല. ഇതും കുറച്ച് നേരം വെച്ചിരിക്കണം, ഒരു 2 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രേ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ട്രേക്കകത്തൊന്ന് മുക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഇളകും. അപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം ഇതാ ഇപ്പോൾ അഴുക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഇളകിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ അഴുക്കില്ലെന്നുണ്ടെങ്കിലും ഇളകി വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എന്താ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട്, ഇതിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ്, അത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ച് കഴുകുവാണ്. തടിയാവുമ്പോൾ നമ്മൾ ഒരുപാടിട്ട് ഉരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഉരച്ചാൽ ഉരയ്ക്കുമ്പോൾ ഒരു പാട് വരില്ലേ, അതൊക്കെ പുതിയതൊക്കെ ആണെങ്കിൽ ഒരുപാട് പാട് വന്നാൽ വൃത്തികേടായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ഉരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വട്ടത്തിൽ കറക്കി ഉരയ്ക്കരുത് ഒരിക്കലും, ഇങ്ങനെ നീളത്തിൽ തന്നെ ഉരയ്ക്കണം. അപ്പോൾ അധികം പാട് വീഴാതെ നല്ല വൃത്തിക്ക് കിട്ടും. വട്ടത്തിനൊക്കെ ഉരച്ചാൽ ആകെ വരച്ച് കുറിച്ച് ഒരു പാടൊക്കെ അതിനകത്ത് വീഴും. അതാണ് ഇങ്ങനെ നീളത്തിൽ ഉരയ്ക്കാൻ പറയുന്നത്. അപ്പം ഇതിപ്പോൾ ഒരുപാട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് എല്ലാ ഭാഗത്തും ഇതൊന്ന് അഴുക്കൊന്ന് ഇളകുന്നവരെ ഒന്ന് വരച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഏകദേശം ഇതിൽ അഴുക്കെല്ലാം ഇളകി മാറിയിട്ടുണ്ട്. ഇങ്ങനെ സൈഡിൽ കാണാൻ പറ്റും, ഇങ്ങനെ ചെറിയ ഒരു പായലിൻ്റെ കളറിലൊക്കെ വരുന്നുണ്ട്. അപ്പം എന്നും കഴുകിയൊക്കെ വെച്ചിട്ട് പോലും ഇങ്ങനെ ഒരു ചെറിയൊരു അഴുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ എന്താ ഇതിപ്പോൾ ഞാൻ ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതിൽ അഴുക്കൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. അതെന്നുണ്ടെങ്കിൽ പാത്രം കഴുകുന്ന ലിക്വിഡ് ആദ്യമേ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലാസ്റ്റ് ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് പതയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ബേക്കിംഗ് സോഡയും അല്ലെങ്കിൽ വിനാഗിരിയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു നല്ല സോപ്പിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ അതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ ഉരച്ച് ഒന്നും കൂടി ഒന്ന് കഴുകുന്നത്. അതുപോലെ 2 സൈഡും കഴുകിയെടുക്കാം. അപ്പോൾ എന്താ ഇതും ഇതുപോലെ ഞാനൊന്ന് ഉരച്ചൊന്ന് കഴുകുവാണ്. അപ്പോൾ ഇതിലിപ്പം ഏകദേശം അഴുക്കെല്ലാം ഇളകിയിട്ടുണ്ട്. ആ മിഡിൽ ഭാഗത്ത് മാത്രമേ കുറച്ചെങ്കിലും അഴുക്കുള്ളൂ. അപ്പോൾ ഇതിലും ആ ഒരു നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് പാത്രം കഴുകുന്ന ലിക്വിഡ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കളറൊക്കെ ഇളകി വരുന്നുണ്ട്. ഇതിലാണ് കൂടുതൽ അഴുക്ക് ഇങ്ങനെ ഇളകി കിട്ടുന്നത്. അപ്പോൾ ഇതൊന്നും കൂടെ ഇപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കുറച്ചൊന്ന് ഉരച്ച് കഴുകേണ്ടി വരും. അപ്പോൾ അതൊന്ന് ഉരച്ച് സമയമെടുത്ത് കഴുകണം. അതിന് ശേഷം നമുക്കിതൊന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തുകൊണ്ട് വരാം. അപ്പോൾ എന്താ ഞാൻ വെള്ളത്തിൽ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടില്ല. വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടി. എപ്പോഴും നമ്മൾ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ അതാ ഇതിപ്പോൾ എൻ്റെ ചപ്പാത്തി വരുത്തുന്ന റോളറാണ്. അത് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ തടിയുടെ എല്ലാ വസ്തുക്കളും ഇതുപോലെ കഴുകി നല്ല വൃത്തിയായിട്ട് വെയിലത്ത്, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് ആണെങ്കിൽ തുടച്ച് വെച്ചാൽ മതി. തടിയാണെങ്കിൽ നന്നായിട്ട് വെയിലത്ത് ഉണക്കി വേണം ഉപയോഗിക്കാൻ. എപ്പോൾ യൂസ് ചെയ്താലും നമ്മൾ എവിടെയും ചാരി വെക്കാൻ പാടില്ല. ചാരി വെച്ചാലാണ് താഴ്ഭാഗത്ത് പായൽ പിടിക്കുന്നത്. അതിന് പകരമായിട്ട് ചുവരിൽ ഒരു ആണി എന്തെങ്കിലും അടിച്ചിട്ട് ഹാങ് ചെയ്തിടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ താഴെ ഭാഗത്ത് വെള്ളം നിന്നിട്ട് ഇവിടെ പായലൊന്നും പിടിക്കാതെ നന്നായിട്ട് കിട്ടും. ഈ ഒരു വെള്ള കട്ടിംഗ് ബോർഡ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്